ആർക്കിസോൾ ഡിസൈൻ സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വില്ലയുടെ ഇൻറ്റീരിയർ പ്രോജക്റ്റാണ്. ലൊക്കേഷൻ വരുന്നത് തിരുവല്ലയാണ്. നമ്മുടെ ക്ലയൻറ്റ് മിസ്റ്റർ ശ്യാം, അദ്ദേഹം ഒരു NRI ആണ്. അദ്ദേഹം ഞങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വില്ലയുടെ എലിവേഷൻ ചേഞ്ച് ആകാതെ കംപ്ലീറ്റ് ഫ്ലോർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയറിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പേസാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും എല്ലാ റിക്വയർമെൻറ്റും കേട്ടിട്ട് അതിനോട് അനുയോജ്യമായ രീതിയിലാണ് നമ്മളിതിൻ്റെ ഓരോ സ്പേസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിനകത്ത് വന്നിരിക്കുന്ന ഫർണിച്ചേഴ്സ്, സോഫ്റ്റ് ഫർണിഷിങ്സ്, കർട്ടൻസ്, പിന്നെ യൂസ് ചെയ്യുന്ന ഫാബ്രിക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ കസ്റ്റം ഡിസൈൻ ചെയ്ത് നമ്മൾ പണി കഴിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. നമ്മൾ ഒന്നുപോലും നമ്മൾ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടിട്ടിരിക്കുന്നതല്ല. എല്ലാം സ്പെസിഫിക് റിക്വയർമെൻ്റ് അനുസരിച്ച് പണി തീർത്തതാണ്. പിന്നെ ഈ ഇൻറ്റീരിയറിനെ കുറിച്ച് ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് റിക്വയർമെൻ്റ് ആയിട്ടല്ല പറഞ്ഞത്. അദ്ദേഹം നമ്മളോട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും ആഗ്രഹങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രീം ഹോമിനെ കുറിച്ച് ആ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെ ഫുൾഫിൽ ചെയ്യുക എന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ ഈച്ച് ആൻഡ് എവരി സ്പേസിന് ഡിസൈൻ ചെയ്തത്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഇതിനകത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓരോ ചെയേഴ്സ്, അതിന് ഉപയോഗിച്ച ഫാബ്രിക്സിൻ്റെ കളർ പാലറ്റുകൾ എല്ലാം തന്നെ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. ഓരോ ചെയേഴ്സ്, ഇപ്പം കോർണർ ചെയർ വരെയുള്ളത് നമ്മളതിനകത്ത് ഫാബ്രിക്സ് പർച്ചേസ് ചെയ്ത് നമ്മൾ ആ ഫർണിച്ചറിന് ഡിസൈൻ ചെയ്ത് ഫാക്ടറിയിൽ പണിയിപ്പിച്ച് നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ കട്ടിലായിക്കോട്ടെ, കട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പില്ലോസിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ പില്ലോ കവേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഫാബ്രിക് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് ഉപയോഗിച്ചിരിക്കുന്നതാണ്. കബോർഡ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കബോർഡ്സുകളും അതിൻ്റെ ഉള്ളിലുള്ള സെപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റിനകത്ത് നമ്മൾ വാൾ പേപ്പേഴ്സും കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വാൾ പേപ്പേഴ്സിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് കൊണ്ട്, അതുകൂടാതെ നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്ന വാൾ പേപ്പേഴ്സുമുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രൊജക്റ്റിലെയും പോലെ തന്നെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിനെ ശ്രമിച്ചിട്ടുണ്ട്. ക്ലയൻറ്റിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം ഫുൾഫിൽ ചെയ്യാനും നമ്മൾ നോക്കിയിട്ടുണ്ട്. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സ്പേസും നമ്മുടെ ഡിസൈനിങ്ങും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രൊജക്റ്റിൽ നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ. My name is Shyam and this is my family, Aditi, Vasish and Harsh, and our parents as well. Like many others, we dreamt a lot about our house and we approached many of the market parties, and somehow we got not satisfied in the way, such as many of them trying to convince us with their pre-designed plans and everything. And at last we got a reference for the Archisoul through one of my close friends. So then we had seen some of their work as well, and we got satisfied the way which they are working on it. And the interaction begins. The quality time which they spend on understanding our requirements, that is the specialty which I noticed it. And many of the conditions actually arrived, like many other house construction, because of the site conditions, many changes, design changes, and the way they adapted to the conditions and the output, the quality of the output which they are providing. We are very satisfied with the outcome. Thank you.